എല്ലാം പ്രിയപ്പെട്ടവർക്കും ആരാധനാമൃത ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം 26 വാക്യം വായിക്കട്ടെ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നാം ആയുഷ്വട്ടത്തിൽ 1 നാളിൽ അപ്പം നുറുക്കുവാൻ കൂടി വരുമ്പോൾ നാം ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുകയാണ്. ഈ അപ്പവും വീഞ്ഞും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുത എത്രയോ ഉന്നതമാണ്. നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം ഓർക്കുകയാണ്. എന്നാൽ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ 3 നിലകളിൽ നമുക്കത് ചിന്തിക്കാൻ കഴിയും. ഒന്ന്, പിൻപിലേക്കുള്ള ഭൂതകാലത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. കാൽവറിയിലെ ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പാപപരിഹാരം വരുത്തിയ നമ്മുടെ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ നമുക്ക് പാപത്തിന് പരിഹാരമായി തീർന്ന പാപരഹിതനായ യേശുക്രിസ്തുവിനെ നാം ഓർക്കുകയാണ്. എത്ര വലിയൊരു സ്നേഹമാണ്! ദൈവത്തിൻ്റെ സ്നേഹം അവിടെ നമുക്ക് വർണ്ണിച്ച് നൽകിയിരിക്കുകയാണ്. അത് നമുക്ക് പാടിയാലും പറഞ്ഞാലും തീരാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. രണ്ടാമത്തെ ഈ ഓർമ്മ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ വർത്തമാനകാലത്തിലേക്കാണ്. ഇവിടെ 28 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. നാം ഇന്നെങ്ങനെയാണ് ഇതിൽ നിന്ന് ഭാഗവാക്കുകളാകേണ്ടതിന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായിരിക്കണം. നമ്മിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് വേണം നാം കർത്തൃമേശയുടെ ഭാഗമായി തീരുവാൻ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടുന്ന ഒരു വസ്തുത കൂടിയാണിത്. മൂന്നാമതായി ഓർമ്മപ്പെടുത്തുന്നത് ഭാവിയിലേക്കാണ്. കർത്താവോട് പറഞ്ഞു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുന്ന നാൾ വരെയും നാം ഇത് തുടർന്നുകൊണ്ടിരിക്കും. ശേഷം കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ഒരു സുദിനം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കർത്തൃമേശ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 3 കാലങ്ങൾ. ഒന്ന്, ഭൂതകാലം. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ആ ക്രൂശിലെ ക്രിസ്തുവിനെ നമുക്ക് ഓർക്കാം. ഇപ്പോൾ നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കാം. മൂന്നാമതായി ഭാവിയിലേക്ക് നോക്കി ഞാൻ വരുവോളം കർത്താവിൻ്റെ വരവിനെ നോക്കിക്കൊണ്ട് പ്രത്യാശയോടുകൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. പിതാവിനെ നമുക്ക് ഉയർത്താം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.